അയ്യോ ഒരു രക്ഷപ്പെട്ടെ. അയ്യോ A few moments later. മാമ നല്ല രസമുണ്ടല്ലേ ഈ സ്ഥലം, വെള്ളച്ചാട്ടമൊക്കെ. ആ ശരിയാണ്, നല്ല രസമുണ്ട് വെള്ളച്ചാട്ടം. വാ എന്തൊരു ഭംഗിയാ. അവിടെ ആരോ കിടപ്പുണ്ടല്ലോ. മാമ മാമ എന്താടാ? മാമ മാമ നീ അങ്ങോട്ട് നോക്കും മാമ, അവിടെ ആരോ കിടപ്പുണ്ട്. എന്താ കിടക്കുന്നേ? നോക്കും മാമ. ആ ശരിയാണല്ലോ, ദേ ഒരാൾ കിടക്കുന്നവിടെ. വാ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വാ, അതൊരു കൊച്ചു പെൺകുട്ടിയല്ലേ കിടക്കുന്നേ. വാ ചെന്ന് നോക്കാം. ഓ എന്ത് തണുപ്പാ മാമ വെള്ളത്തിന്. പിന്നെ വെളുപ്പിന്റെ സമയത്ത് പിന്നെ വെള്ളത്തിന് പിന്നെ തണുപ്പല്ലേ. അതൊന്നും സാരില്ല, നമുക്ക് ആ കുട്ടീനെ നോക്കാം. വാ മോളെ, മോളെ എഴുന്നേറ്റേ. മോളെ മോളെ പേടിക്കണ്ട മോളെ, നിന്നെ ഞങ്ങളൊന്നും ചെയ്തില്ല. ഞങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴേ മോളാണെങ്കിൽ ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ കണ്ടിട്ട് മോളുടെ അടുത്ത് വന്നതാ ഞങ്ങള്. അല്ല മോളെ, നീ എവിടെ നിന്ന് വരുമോ? നിന്റെ സ്ഥലം ഏതാ? തിരുവനന്തപുരം കഴക്കൂട്ടോ? ഇത് ഇടുക്കി ജില്ല. അല്ല മോളെങ്ങനെ ഇവിടെ എത്തി? അപ്പൊ തൊട്ടപ്പുറത്ത് ചെറിയൊരു കാടുണ്ട്, അവിടെ ചെറിയൊരു അരുവിയുണ്ട്. അരുവിക്ക് ചുമ്മാ ഇറങ്ങിയപ്പോഴേ അറിയാതെ കാല് തന്നെ ഇങ്ങോട്ട് ഒഴുകി വന്ന് ഞാൻ ഇങ്ങോട്ടല്ല വേറെ സ്ഥലത്തോട്ട്. അവിടുന്ന് തന്നെ വലിയ വെള്ളച്ചാട്ടത്തിൽ കൂടെ ഇറങ്ങി വന്ന് ഞാൻ. എനിക്ക് പക്ഷെ ഒന്നും പറ്റിയില്ല, അങ്ങനെ അവിടെ ഇരുന്ന്. പിന്നെ രാത്രി ആയപ്പോ എനിക്ക് ഒരു പൊന്തക്കാട് പോലത്തെ ഒരു സ്ഥലത്ത് കയറി ഇരുന്ന് കിടന്ന് ഉറങ്ങി. വെളുപ്പിന് ഏതാണ്ട് സമയത്ത് എന്തോ ഒരു പുലിയുടെ ഗർജനം കേട്ട് അങ്ങനെ എഴുന്നേറ്റപ്പോ എന്റെ മുമ്പിലാണെങ്കിൽ ഒരു പുലി നിൽക്കുന്നു. അങ്ങനെ പുലിയെ കണ്ടിട്ട് പേടിച്ചോടി ഞാൻ ഒരു വെള്ളത്തിലോട്ട് വീണ്. അങ്ങനെ വെള്ളത്തിൽ വീണപ്പോ എന്റെ ബോധമെല്ലാം പോയി. വെള്ളത്തിൽ വീണും കണ്ട് ഒഴുകി വന്നാന്ന് തോന്നി ഞാൻ. മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല മോളെ, മോളുടെ വീട് അറിയാവോ? ഇല്ല, ഞാൻ മറന്നുപോയി എന്റെ വീട്. എനിക്ക് തണുക്കുവാ. മോളെ മാമന്റെ വീട്ടിൽ കൊണ്ടുപോ മോളെ. A few moments later. സാറേ, സാറേ. എന്താ സാറ്? ഞങ്ങളെ പുറകെ നിൽക്കുന്ന കുട്ടിയൊക്കെ ഉണ്ടോ? കണ്ട്. ആ കുട്ടീനെ ഞങ്ങൾക്കാണെങ്കിലേ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാ. വെള്ളച്ചാട്ടത്തിൽ നിന്ന് കളഞ്ഞു കിട്ടിയതെന്നോ? അതെ, കുട്ടീനെ ഞങ്ങൾക്ക് വെള്ളച്ചാട്ടത്തിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാ. അതെ സാർ, ഞങ്ങൾക്ക് ഈ കുട്ടീനെ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് കളഞ്ഞു കിട്ടിയത്. ഞങ്ങളുടെ വീടിന്റെ അടുത്താണെങ്കിൽ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഞങ്ങൾ ചുമ്മാതെ വെള്ളച്ചാട്ടത്തിൽ പോയി നോക്കിയപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ അവിടെ മയങ്ങി കിടക്കുക. പിന്നെ കുട്ടിയെ വിളിച്ചപ്പോൾ ആ കുട്ടിയുടെ വീട് എവിടെ എന്ന് ചോദിച്ചപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞു. ഇത് പക്ഷെ ഇടുക്കിയല്ലേ. മോളുടെ വീട് അറിയാവോ? മോള് പേടിക്കണ്ട, മോളുടെ അച്ഛൻ്റെ അമ്മ എടുത്ത് കൊണ്ടുവിടാ. തിരുവനന്തപുരം എന്നല്ലേ പറഞ്ഞേ? നീ മോള് പറഞ്ഞു തിരുവനന്തപുരം. മോളുടെ വീട് എവിടെയാ? തിരുവനന്തപുരം കഴക്കൂട്ടം. ഈ മോളെ ഞാൻ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഞാൻ മൂന്നാർക്കൊന്ന് ചുമ്മാതെ പോയപ്പോഴേ ഈ കുട്ടീനെ കണ്ടായിരുന്നല്ലോ. എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഈ കുട്ടിയുടെ കൂടെ കുറെ പേരുണ്ടായിരുന്നല്ലോ. കുട്ടിയുടെ അമ്മയും അച്ഛനും പിന്നെ 2 പിള്ളേരും പിന്നെ ഇവരുടെ അമ്മൂമ്മയാന്ന് തോന്നുന്നു, ഒരു അമ്മൂമ്മ. അന്ന് എന്നോടൊക്കെ വേണ്ടി പരിചയപ്പെട്ടായിരുന്നല്ലോ. അതുകൊണ്ട് അതേ മോള് തന്നെയല്ലോ ഇത്. ഇവര് മൂന്നാർ വന്ന സമയത്ത് എനിക്കാണെങ്കിൽ ഈ മോള് ചിപ്സ് ഒക്കെ തിന്നു നടക്കുമായിരുന്നു. അപ്പൊ എന്നെ കണ്ടപ്പോ ഓടിച്ചത് എന്റെ തന്നല്ലോ ഈ ചിപ്സ്. ആ കുട്ടി തന്നെയാണല്ലോ ഇത് എനിക്ക് എന്താ ചിപ്സ് തന്നേ. ഈ കുട്ടിയുടെ പാരന്റ്സിന്റെ നമ്പറിൽ എനിക്ക് അറിയാം. അന്ന് മൂന്നാർ വെച്ച് പരിചയപ്പെട്ട നമ്പറൊക്കെ തന്നായിരുന്നു എനിക്ക്. ആ നമ്പറിൽ തന്നെ വിളിക്കാം. ഹലോ, ആരാത്? അത് ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ നിന്നാ. എന്താ സാറേ, നിങ്ങളുടെ കുട്ടിയല്ലോ മിസ്സിംഗ് ആയിട്ടുണ്ടോ? ഉണ്ട്, ഞങ്ങളുടെ ഒരു കുട്ടി മിസ്സായിട്ടുണ്ട്, 4 വയസ്സുള്ള. എപ്പോഴും മിസ്സായേ? ഇന്നലെ രാവിലെ കണ്ട മിസ്സായേ. അല്ല സാർ, എന്താ കാര്യം? അല്ല നിങ്ങൾ തന്നെ മനസ്സിലായോ? ഇല്ല സാറേ, നിങ്ങൾ ആരാ? അന്ന് നിങ്ങളെല്ലാവരുടെ മൂന്നാർ വന്നില്ലായിരുന്നോ? വന്നായിരുന്നു. ആ സമയത്ത് ഞാനവിടെ ഉണ്ടായിരുന്നു മൂന്നാർ. നിങ്ങൾ മൂന്നാർ പോയ സമയത്ത് അങ്ങനെ ഞാനവിടെ നിൽക്കുമ്പോഴേ നിങ്ങളുടെ മോളാണെങ്കിലേ മോളെ എന്നോട്ട് ചിപ്സ് ആണെങ്കിൽ എനിക്ക് തന്നെ ഓടിക്കൊണ്ട് തന്ന്. അതെനിക്ക് ഓർമ്മയുണ്ട് സാർ. അന്ന് മോള് ഒരു പോലീസുകാരനെ ചിപ്സ് കൊടുത്തില്ലേ? ആ പോലീസുകാരൻ തന്നെ ഞാൻ. അല്ല എന്ത് പറ്റി സാറേ? നിങ്ങളുടെ മോള് മിസ്സിംഗ് ആണെന്നല്ലേ പറഞ്ഞേ? നിങ്ങളുടെ മോളെ നിങ്ങൾക്ക് കിട്ടി. കിട്ടിയോ സാർ? കിട്ടി. അല്ല മോളെ, നീ എങ്ങനെ ഇവിടെ എത്തിയേ? മോള് പേരോട് പറഞ്ഞു ഇവിടെ എങ്ങനെ എത്തിയെന്ന്. ഞാൻ പറഞ്ഞുതരാം. അയ്യോ, അവൾ ഇങ്ങനെ അല്ലേ എത്തിയേ? എന്റെ പൊന്നെ, പുലിയൊക്കെ. എന്നാ നിങ്ങൾ ഇങ്ങോട്ട് വാ, കുട്ടി കൂട്ടിക്കൊണ്ടുപോവാൻ. ശരി സാർ, ഞങ്ങൾ വരാൻ പെട്ടെന്ന്. കൺമണിമോള് പോയ പിന്നെ എന്താ പോലെ ഒന്ന് ഈ വീട്. ഒട്ടും ഒരാളും അനക്കവും ഇല്ല. ശരിയാ ചേട്ടാ. നന്ദിനി എന്താ ചേട്ടാ? നമ്മുടെ കൺമണിമോളെ കിട്ടിയെന്ന്. കിട്ടി? ഇപ്പൊ ഇടുക്കിന്നാണ് പോലീസുകാരെ വിളിച്ചു പറഞ്ഞ് മോളെ കിട്ടി നമ്മുടെ. അത് ഇടുക്കിന്ന് പോലീസുകാർ വിളിച്ചെന്ന്. അല്ല, മോളെങ്ങനെ അവിടെ എത്തി? അത് പോലീസ് വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം.
എന്റെ പൊന്നെ അവൾ എങ്ങനെയാണോ അവിടെ എത്തിയത് പൊന്നെ? അയ്യോ പുലിയാനൊക്കെ അവൾ സേഫ് ആയിട്ട് എത്തിയോ? ആ കൺമണിമേൾക്ക് ഒരു കുഴപ്പമില്ല, സേഫ് ആയിട്ട് അവൾ അവിടെ എത്തിയെന്ന് പറഞ്ഞേ പോലീസ് വിളിച്ച് പറഞ്ഞു. എന്നാൽ എന്തിന് ഞാനും കണ്ണനാണെങ്കിൽ ഇടുക്കിയിലോട്ട് പോയിട്ട് കൺമണിമേളെ കൂട്ടിക്കൊണ്ട് വരാവേ. ഏട്ടാ ഞങ്ങളോട് വരാ. വേണ്ട, എന്തിന് നീ തുമ്പിയ അമ്മ എവിടെ ഇരുന്നോ, ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാം, പെട്ടെന്ന് വരാം. എന്നാ ശരി ഏട്ടാ. ഇപ്പഴാ സമാധാനമായേ. ബസ് എന്താ വരാത്തെ? ഇപ്പൊ വരും മക്കളെ ബസ്. അതെ ബസ് വരുന്നു, പെട്ടെന്ന് കേറ് കേറ്. അച്ഛ ബസ് അപ്പൊ പോവും? ആ ഇപ്പൊ പോവും മക്കളെ. ടിക്കറ്റ് ടിക്കറ്റ്. ആ അവിടെ ഇടുക്കി പോവോ? ആ ഇടുക്കി പോവും. 2 ഇടുക്കിയേ. ആ ശരി, 600 രൂപേ. ആ ശരി. ടിക്കറ്റ് ടിക്കറ്റ് ടിക്കറ്റ്. അതെ ബസ് ഓടിച്ചിറങ്ങിയല്ലോ. A few moments later. മക്കളെ ഇടുക്കി എത്തി വാ. സാറേ സാറേ. ആ നിങ്ങളെത്തിയോ? സാറേ മോളെന്തി? ആ മോളെ ഇപ്പൊ വിളിക്കാം. മോളെ മോളെ ഇങ്ങോട്ട് വാ. കൺമണി മോളെ. അല്ല മോളെ ഇതേതാ ഡ്രസ്? മോളെ കിട്ടിയത് വെള്ളച്ചാട്ടത്തിൽ നിന്നൊക്കെയല്ല, വെള്ളമൊക്കെ തെറിച്ച് മോളുടെ ഡ്രസ്സൊക്കെ മൊത്തം നനഞ്ഞ്, അതുകൊണ്ട് വേറെ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു മോൾക്ക്. ആ നന്ദി സാറേ. എന്നോടല്ലോ നന്ദി പറയണ്ടേ. വാ നിങ്ങൾ ഇങ്ങോട്ട് വാ. ദേ ഇവരോട് നിങ്ങൾ നന്ദി പറയണ്ടേ. വളരെ നന്ദിയുണ്ട് കേട്ടോ. ആ ശരി. ആ എന്നാലും നിങ്ങളെ പൊക്കോ, ഇപ്പോഴേ പോയാലേ അവിടെ എത്തത്തുള്ളൂ. എല്ലാവരുടെയും വളരെ നന്ദിയുണ്ടേ. ആ നിങ്ങൾ ഇനി പൊക്കോ. A few moments later. നന്ദിനി അമ്മേ തുമ്പി വാ. അമ്മ ഇതാരാ വന്നേക്കുന്ന നോക്കിക്കേ. കൺമണി മോളെ. കൺമണി